ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 9ൽ CBSE ക്ലാസ് 9ൽ ചാപ്റ്റർ 2 പോളിനോമിയൽസിലെ എക്സസൈസ് 2.2ലെ ക്വസ്റ്റ്യൻ നമ്പർ 2 ആണ്. ഫൈൻഡ് P of 0, P of 1, P of 2 for each of the following polynomials. P of y, P of 2, P of x, P of x എന്ന് പറഞ്ഞ് 4 പോളിനോമിയൽസ് തന്നിട്ടുണ്ട്. ഈ 4 പോളിനോമിയൽസിലും P of 0, P of 1, P of 2 ഈ 3 കാണണം. ഓക്കെ, അപ്പോൾ തുടങ്ങിയാലോ. ആദ്യം ഫസ്റ്റത്തെ പോളിനോമിയൽ എടുത്തു. P of y ഈക്വൽ ടു y സ്ക്വയർ മൈനസ് y പ്ലസ് 1. ആദ്യം P of 0 കാണണം. 0 എങ്ങനെ കാണാം? വൈയുടെ സ്ഥാനത്ത് 0 കൊടുത്തു. 0 സ്ക്വയർ മൈനസ് 0 പ്ലസ് 1. 0ൻ്റെ സ്ക്വയർ 0, 0 മൈനസ് 0 0 പ്ലസ് 1 എത്ര കിട്ടും? 1 കിട്ടും. ഇനി P of 1 കാണണം. അപ്പോൾ വൈയുടെ സ്ഥാനത്തൊക്കെ 1 കൊടുക്കുക. അപ്പോൾ എങ്ങനെ വരും? 1 സ്ക്വയർ മൈനസ് 1 പ്ലസ് 1 എന്ന് വരും. 1ൻ്റെ സ്ക്വയർ 1 ആണ്. ദെൻ 1ഉം 1ഉം ആഡ് ചെയ്താൽ എത്രയാണ്? 2 ആണ്. 2 മൈനസ് 1 1. ഓക്കെ, ദെൻ അടുത്ത് P of 2 കാണണം. P of 2 കാണാൻ പോവാണ്. വൈൻ്റെ സ്ഥാനത്തൊക്കെ 2 വരും. അപ്പോൾ 2 സ്ക്വയർ മൈനസ് 2 പ്ലസ് 1. ഓക്കെ, 2ൻ്റെ സ്ക്വയർ എത്രയാണ്? 2 ഇൻറ്റു 2 4 ആണ്. 4 മൈനസ് 2 പ്ലസ് 1 വരും. ആദ്യം ആഡ് ചെയ്യുക. 4 പ്ലസ് 1 5, 5 മൈനസ് 2 3. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ P of y, y സ്ക്വയർ മൈനസ് y പ്ലസ് 1ൻ്റെ P of 0 നമ്മൾ കണ്ടു, 1 എന്ന് കിട്ടി. P of 0 1 എന്ന് കിട്ടി. ദെൻ P of 1 അതും 1 കിട്ടി. P of 2 അത് 3 കിട്ടി. ഓക്കെ, ദെൻ അടുത്ത രണ്ടാമത്തെ P of t ചെയ്യാൻ പോവാണ് നമ്മൾ. ആദ്യം P of 0. 0 എന്ന് പറയുമ്പോൾ t ഉള്ളിടത്തൊക്കെ 0 കൊടുക്കണം. നോക്കിക്കോ, 2 പ്ലസ് 0 പ്ലസ് 2 ഇൻറ്റു 0 സ്ക്വയർ മൈനസ് 0 ക്യൂബ്. 0 ക്യൂബ് 0 ആണ്. 2 ഇൻറ്റു 0 സ്ക്വയർ 0 ആണ്. ഇതും 0 ആണ്. ബാക്കി 2 ഉണ്ടാവും. ദെൻ P of 1 കൊടുക്കാൻ പോവാണ്. 2 പ്ലസ് 1 പ്ലസ് 2 ഇൻറ്റു 1 സ്ക്വയർ മൈനസ് 1 ക്യൂബ്. ആദ്യം നമുക്ക് ഈ സ്ക്വയറും ക്യൂബൊക്കെ കാണാം. 1ൻ്റെ സ്ക്വയർ 1 ആണ്. ഇവിടെ മൈനസിൻ്റെ സ്ക്വയർ ഒന്നും എടുക്കരുത് കേട്ടോ. 1ൻ്റെ സ്ക്വയർ ഉള്ളൂ. ടീക്ക് വാല്യൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ മൈനസ് ഇക്വേഷനിലുള്ള മൈനസ് ആണ്. ടീക്ക് മൈനസ് ഒന്നുമില്ല. T 1 ആണ് കേട്ടോ. 1ൻ്റെ ക്യൂബ് അതും 1 ആണ്. ഓക്കെ, ഇനി മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലിക്കേഷനല്ല ഇവിടെ. അപ്പോൾ 2 ഇൻറ്റു 1 2 ആണ്. ഇനി ചെയ്യാം. 2 1 കൂട്ടിയാൽ 3, 3 പ്ലസ് 2 5, ദെൻ 5 മൈനസ് 1. 5 നിന്ന് 1 പോയാൽ 4. ഓക്കെ, അപ്പോൾ P of 1 എത്ര കിട്ടി? 4 കിട്ടി. ഈ P of tയിൽ P of 0 2ഉം കിട്ടി, P of 1 4ഉം കിട്ടി. ഓക്കെ ആണ്. ദെൻ അടുത്തത് P of 2 കാണാൻ പോവാണ്. അപ്പോൾ എങ്ങനെ വരും? 2 പ്ലസ് 2 ഇൻറ്റു 2 സ്ക്വയർ മൈനസ് 2 ക്യൂബ്. ആദ്യം 2ൻ്റെ സ്ക്വയർ 2 ഇൻറ്റു 2 എത്രയാ? 4 ആണ്. ദെൻ 2ൻ്റെ ക്യൂബ് എത്രയാ? 2 ഇൻറ്റു 2 ഇൻറ്റു 2. 2 ഇൻറ്റു 2 4 ആണ്. 4 ഇൻറ്റു 2 8. അപ്പോൾ 2 ക്യൂബ് എത്രയാ? 8. ഇനി ഇവിടെ ഒരു മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, അത് ആദ്യം ചെയ്യുക. 2 ഇൻറ്റു 4 8. ഓക്കെ, 8 മൈനസ് 8 0 ആയി പോവും. 2 പ്ലസ് 2 4 എന്ന് കിട്ടും. ആണോ? ഓക്കെ, ദെൻ മൂന്നാമത്തത് P of x ഈക്വൽ ടു എക്സ് ക്യൂബ് എന്ന് പറയുന്ന പോളിനോമിയൽ. ഇനി അതിലാണ് നമ്മൾ വാല്യൂസ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ആദ്യം P of 0. അപ്പോൾ 0 ക്യൂബ്. 0 ക്യൂബ് പറഞ്ഞാൽ 0 ഇൻറ്റു 0 ഇൻറ്റു 0 എത്രയാ? 0. അടുത്ത് P of 1 1 ക്യൂബ്. 1 ക്യൂബ് എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു 1 എത്രയാ? 1 ഇൻറ്റു 1 1, 1 ഇൻറ്റു 1 1. ദാറ്റ് ഈസ് ഓൾസോ 1. ദെൻ P of 2 ഇറ്റ്സ് 2 ക്യൂബ്. 2 ഇൻറ്റു 2 ഇൻറ്റു 2. 2 ഇൻറ്റു 2 4, 4 ഇൻറ്റു 2 8. സോ 2 ക്യൂബ് 8. അപ്പോൾ അതും കഴിഞ്ഞു. എക്സ് ക്യൂബിൽ P of 0 1 കിട്ടി, P of 1 1 കിട്ടി, P of 2 8 കിട്ടി. ക്ലിയർ? The next one, P of x, last one, P of x equal to x minus 1 into x plus 1.
ഇതൊരു ഐഡൻറ്റിറ്റി ആണ്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ ഐഡൻറ്റിറ്റിയിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ ഡയറക്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് ഏത് ഐഡൻറ്റിറ്റി എന്നറിയോ? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ്. അപ്പോൾ എക്സ് മൈനസ് വൺ ഇൻറ്റു എക്സ് പ്ലസ് വൺ എന്താ? എക്സ് സ്ക്വയർ മൈനസ് വൺ സ്ക്വയർ, അഥവാ എക്സ് സ്ക്വയർ മൈനസ് വണ്ണിലോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് ഡയറക്റ്റ് ഇതിൽ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പി ഓഫ് സീറോ കാണാണ്. 0 മൈനസ് വൺ എക്സ്, 0 മൈനസ് വണ്ണ് 0 പ്ലസ് വണ്ണ്, 0 മൈനസ് വണ്ണ് മൈനസ് വൺ ആണ്, 0 പ്ലസ് വണ്ണ് 1 ആണ്. മൈനസ് വൺ ഇൻറ്റു വൺ എത്രയാ? മൈനസ് വൺ ആണ് അല്ലേ? മൈനസ് വൺ ഇൻറ്റു വൺ എത്രയാണ്? മൈനസ് വൺ ആണ്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരെണ്ണം മൈനസ് ആയാൽ ആൻസർ മൈനസ് ആവും. സോ ആൻസർ ഈസ് -1. അടുത്ത് പി ഓഫ് വണ്ണ് നോക്കിക്കോ. എക്സ് മൈനസ് വണ്ണ്, അപ്പോൾ 1 മൈനസ് വണ്ണ്. എക്സ് പ്ലസ് വണ്ണ്, അപ്പോൾ 1 പ്ലസ് വണ്ണ്. 1 മൈനസ് വണ്ണ് എത്രയാ? 0. 0 ഇൻറ്റു 1 പ്ലസ് വണ്ണ് 2. 0 ഇൻറ്റു 2 എത്രയാ? 0. ഏതൊരു നമ്പറിനെയും 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ അതെന്താണ്? 0 ആണ്. ഓക്കെ, ദെൻ അടുത്തത് പി ഓഫ് 2 നോക്കിക്കോ. 2 മൈനസ് വണ്ണ് ഇൻറ്റു 2 പ്ലസ് വണ്ണ്. 2 1 പോയാൽ 1, 2ക്ക് 1 കൂട്ടിയാൽ 3. 1 ഇൻറ്റു 3 എന്ന് കിട്ടും. സോ പി ഓഫ് 2 ഈക്വൽ ടു 3 എന്ന് കിട്ടും. അപ്പോൾ എക്സ് മൈനസ് വൺ ഇൻറ്റു എക്സ് പ്ലസ് വൺ എന്ന് പറയുന്ന പോളിനോമിയലിൽ നമുക്ക് കിട്ടി പി ഓഫ് 0 മൈനസ് വണ്ണ്, പി ഓഫ് 1 0, പി ഓഫ് 2 3. ഞാൻ പറഞ്ഞല്ലോ ഇതിനെ നമുക്ക് ഐഡൻറ്റിറ്റി ആക്കിയിട്ട് മാറ്റാൻ. ഇതിനെ ഐഡൻറ്റിറ്റി ആക്കി മാറ്റുമ്പോൾ എങ്ങനെ വരും? എക്സ് സ്ക്വയർ മൈനസ് 1 സ്ക്വയർ. 1 സ്ക്വയർ 1 തന്നെയാണ്. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 1 എന്ന് വരും. അപ്പോൾ 0 കൊടുക്കുമ്പോൾ 0 സ്ക്വയർ മൈനസ് 1, 0ൻ്റെ സ്ക്വയർ 0 ആണ്. അപ്പോൾ 0 മൈനസ് 1 മൈനസ് 1 എന്ന് കിട്ടും. ഓക്കെ, ഇനി 1 കൊടുക്കുമ്പോഴോ 1 സ്ക്വയർ മൈനസ് 1, 1ൻ്റെ സ്ക്വയർ 1 ആണ്, മൈനസ് 1, 1 എന്ന് 1 പോയാൽ 0. ഇനി 2 കൊടുക്കുമ്പോഴോ 2 സ്ക്വയർ മൈനസ് 1, 2 സ്ക്വയർ 4 ആണ്, 4 മൈനസ് 1 3. കണ്ടോ, അപ്പോഴും ആൻസർ സെയിം തന്നെയാണ്. നമ്മൾ ആൻസറിന് മാറ്റമൊന്നുമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ ആൻസർ തന്നെയാണ് നമുക്ക് ഇവിടെയും കിട്ടുന്നത് അല്ലേ? അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഐഡൻറ്റിറ്റിയിലോട്ട് മാറ്റിയിട്ട് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിലോ സെയിം ഐഡൻറ്റിറ്റി വെച്ചിട്ട് തന്നെ സെയിം ഡയറക്റ്റ് അതിൽ വാല്യൂ കൊടുത്തിട്ട് ചെയ്യുക. അപ്പോഴും നമുക്ക് ആൻസർ എങ്ങനെ ചെയ്താലും നമുക്ക് ആൻസർ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ആൻസറിൽ മാറ്റങ്ങൾ ഉണ്ടായിരിക്കില്ല. ഓക്കെ, ക്ലിയർ അല്ലേ?